ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്നേ കുറച്ച് പീച്ചിങ്ങ കിട്ടിയിട്ടുണ്ട്. കണ്ടതാണ്ട് ഇതുപോലെ ഈ സംഭവം ഉണ്ടല്ലോ, ഇതാണ് പീച്ചിങ്ങ. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കപ്പലണ്ടിയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പൊള്ളി ഒരു ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഭയങ്കര ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പീച്ചിങ്ങ, ഒരു വലിയ പീച്ചിങ്ങ രണ്ടായിട്ട് ഒന്ന് മുറിച്ചെടുക്കുമല്ലോ, അതിൻ്റെ ആ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതാണ്ട് ഇതുപോലെ അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. തീരെ ചെറുതായിട്ടല്ല, അത്യാവശ്യം വലുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമുക്കിത് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് കപ്പലണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുക്കണം. ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള പീനട്ടാണ് കിട്ടുന്നതെങ്കിലും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണേ. അപ്പം നല്ലപോലെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഈ കപ്പലണ്ടി കിട്ടുമ്പോഴേ റോസ്റ്റ് എന്നെ പോലുള്ള കപ്പലണ്ടി പ്രേമികളെ പറ്റി പറഞ്ഞതാട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോഴേക്കും ഇത് നിന്ന് പാനിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റണേ. ഇനി അതേ പാനിലോട്ട് തന്നെ കുറച്ച് ഐറ്റംസും കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഓയിൽ മതി. അത് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണേ. ഇത് ചെറിയുള്ളി ഇത് വലിയതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് വലിയ ചെറിയുള്ളി ആണെങ്കിലും ഇത് അല്പം വലിയ സൈസ് ആയതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുള്ളൂ. 2 മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അതിൽ ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതൊന്ന് 2 കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന്, അതായത് എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കാര്യം നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്ക് കേട്ടോ. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കാവേ. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചെറിയ തീയിലൊക്കെ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പം ഇതുപോലെ ഞാനൊന്ന് വഴറ്റിയെടുത്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇതിനകത്ത് ഞാൻ ഒരു ഐറ്റം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോഴ് എള്ളാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കറുത്ത എള്ളാണ് ഉള്ളത്. അപ്പം ഞാൻ കറുത്ത എള്ള് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വെള്ള എള്ള് ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ്. കാര്യം ഈ കറുപ്പ് ചേർക്കുമ്പോൾ ഈ കറിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. വെള്ളയാണെങ്കിൽ നല്ലൊരു കളറിലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം വെള്ള എള്ള് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്താൽ മതി. ഇനി എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് റോസ്റ്റാക്കി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഇതും ഈ പാനിൽ നിന്ന് വെക്കണേ. അപ്പോൾ ഞാനിതൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഇതും ഈ പാനിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് തണുത്തിട്ട് നമുക്കൊന്ന് ക്രഷാക്കി എടുക്കാനുള്ളതാണ്, ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. പാനിൽ നിന്ന് എല്ലാം അങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഇപ്പം എല്ലാം ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇത്രയും ക്ലീൻ ആക്കിയോ എന്നായിരിക്കുമല്ലോ ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പാനൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പം സാധാരണ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കഴുകിയൊക്കെ ചെയ്തത്. അല്ലാതെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അതേ പാൻ തന്നെ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഞാനങ്ങ് ഉണ്ടാക്കാറാണ് കേട്ടോ. അപ്പോഴ് ഇനി ഇതേ പാനിലോട്ട് തന്നെ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കിയിട്ട് ഇനി ഇതിലേക്ക് ഒരു സവാള കുനുകുനാന്നരിഞ്ഞങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ചോപ്പറിലൊന്ന് അരിഞ്ഞെടുത്തതാണേ. അപ്പോഴേ നിങ്ങൾ ചോപ്പറില്ലെങ്കിൽ സാധാരണ രീതിയിൽ അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഒരു ചുമക്കനെ എന്നൊക്കെ പറയില്ലേ, അതായത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറിലെത്തണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആകെപ്പാടെ ഈ കറി ഉണ്ടാക്കാൻ കുറച്ച് കഷ്ടപ്പാടെന്ന് എനിക്ക് തോന്നിയത് ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട് കേട്ടോ. ഇപ്പം നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഈ പരുവം വരെയാണ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഈ പരുവമൊക്കെ ആകുമ്പോഴേക്കേ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ പീച്ചിങ്ങ ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണേ. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഈ പീച്ചിങ്ങയൊക്കെ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. അതിന് മുന്നേ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചേർക്കാൻ വിട്ടുപോയി. അതാണ് കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ ഇതിനകത്ത്. അപ്പം ഞാനിനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഈ സമയം തന്നെ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് വേണം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാനായിട്ട്. അപ്പം നന്നായിട്ട് മിക്സാക്കി എടുക്കാം.
ഇനി നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് മാത്രം വെള്ളം ചേർത്താൽ മതിയാവും കേട്ടോ. ഒരുപാടൊന്നും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണേ. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ ഇതൊന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് അടച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പം അടച്ച് വെച്ചിട്ട് റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല കേട്ടോ. നമുക്ക് വേറൊരു പണിയുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമ്മുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ റോസ്റ്റ് ആക്കി എടുത്ത് അതൊക്കെ തണുത്ത് വന്നിരിക്കുകയാണ് ഇപ്പം. അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലോട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ എള്ളിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ അത് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കപ്പലണ്ടി അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ. പക്ഷെ ഞാൻ വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ദാണ്ടെ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്ന പീച്ചിങ്ങ അവിടെ വെന്തിട്ടുണ്ടാവും കേട്ടോ. അതാണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. അടിപൊളിയായിട്ട് പീച്ചിങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പണിയെല്ലാം വളരെ എളുപ്പമാണ്. ഇത് ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ കപ്പലണ്ടിയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. അത് മൊത്തം ആ മിക്സിയുടെ ജാറ് മൊത്തം വടിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മൊത്തം ഒട്ടും വേസ്റ്റ് ആക്കണ്ട, ഫുൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതാണ്ട് ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അതായത് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. കറി നമുക്ക് കുറച്ച് നല്ല തിക്കായിട്ടിരിക്കണം. അപ്പോൾ ആ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കണേ. അപ്പം മിക്സ് ആക്കിക്കോളൂ. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതിൻ്റെ കളർ കണ്ടോ, ഒരു വ്യത്യസ്ത കളറാണ് കേട്ടോ ഈ കറിക്ക്. ഒരു പ്രത്യേകതരം കളറിലാണ് ഈ കറി കിട്ടുന്നത്. അപ്പം ആ കറുത്ത എള്ളായതുകൊണ്ടാണ് കേട്ടോ ഈ കളറ്. പക്ഷേങ്കിൽ വെള്ള എള്ളായിരുന്നെങ്കിൽ വേറെ ഒരു കുറച്ചും കൂടെ നല്ലൊരു കളറിലാണ് കേട്ടോ. ഇതൊരു പച്ച പോലത്തെ കളറിലായിരിക്കും ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ട് ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കണേ. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കുവേ വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് അടച്ച് വെക്കാവേ. ഇപ്പോൾ ദാണ്ട ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കാം. നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പൊള്ളിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇത് ചോറിനൂടെ മാത്രമൊന്നും അല്ല കേട്ടോ, ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പം പീച്ചിങ്ങ വെച്ച് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ആക്കി നോക്കണേ. അവിടെ കറി കണ്ടോ, പൊളിയാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്ത് വന്നിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ആ ഒരു ലുക്കൊക്കെ. അപ്പോൾ ഇതുവരെയും കറി ഇങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കണേ. എന്നിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കണ്ടോ അവിടെ ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോഴേ ഓക്കേടോ, ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.